പടച്ച റബ്ബേ, ഇത് CM വലിയുല്ലാഹി മഹാനവറുകളുടെ അനുസ്മരണത്തിന്റെ അവിടുത്തെ ആണ്ട് നേർച്ചയുടെ ഒരു സദസ്സാണ്. CM വലിയുല്ലാഹി ഒരുപാട് പ്രശ്നങ്ങൾക്ക് അല്ലാഹുവേ CM വലിയുള്ള മുഖേന നീ പരിഹാരം കൊടുത്തിട്ടുണ്ടല്ലോ. ഈ പാവപ്പെട്ട എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് ദർസ് പഠിക്കുമ്പോ അന്ന് CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ നാദാപുരത്ത് അവിടെ ഒരു വീട്ടിൽ താമസിക്കുകയായിരുന്നു. ഞാൻ അവിടെ കാണാൻ പോയി. ഞാൻ ചെറിയ കുട്ടിയാണ്. ഞാൻ എൻ്റെ പ്രശ്നം പറഞ്ഞു. പ്രശ്നം പറഞ്ഞത് എന്തിനാണ്? എല്ലാ പ്രശ്നവും പരിഹരിക്കുന്നവൻ അല്ലാഹുവാണ്. പക്ഷേ ആ അല്ലാഹു തആല പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലാഹു തആല ഹേതുവായി, അല്ലാഹു തആല അതിൻ്റെ നിമിത്തമായി സൃഷ്ടിച്ച ധാരാളം സൃഷ്ടികളുണ്ട്. ഉദാഹരണത്തിന് രോഗം, അതൊരു പ്രശ്നമാണ്. അതിൻ്റെ പരിഹാരത്തിന് നമ്മൾ മരുന്ന് കുടിക്കാറുണ്ട്. മരുന്നല്ല രോഗം സുഖപ്പെടുത്തുന്നത്, അല്ലാഹുവാണ്. മരുന്നൊരു ഹേതുവാണ്, മരുന്നൊരു നിമിത്തമാണ്. ഡോക്ടർ നിമിത്തമാണ്, കോടതി നിമിത്തമാണ്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമാധാനത്തിന് നിമിത്തമാണ്, നമുക്ക് പണം സംഭാവന കിട്ടാൻ പണക്കാര് നിമിത്തമാണ്, കടം കിട്ടാൻ പണക്കാര് നിമിത്തമാണ്. അതുപോലെ അല്ലാഹു തആല അമ്പിയാക്കളെ ഒരുപാട് നന്മകൾക്ക് നിമിത്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഔലിയാക്കളെ ഒരുപാട് നന്മകൾക്ക് നിമിത്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് മഹാനവറുകൾ മുഖേന എത്രയോ ആളുകൾക്ക് അല്ലാഹു തആല ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട്. ആ നിലയ്ക്ക് ഞാൻ CM വലിയുല്ലാഹിനെ കാണാൻ പോയി. ചെന്നപ്പോൾ അവിടുന്ന് 100 ഖുൽ ഹുവല്ലാഹു അഹദ് ദിനേന ഓതാൻ പറഞ്ഞു, 100 ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതാൻ പറഞ്ഞു, 100 ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതാൻ പറഞ്ഞു. ഒരു ഡോക്ടറെ സമീപിച്ചാൽ ആ ഡോക്ടറെ സമീപിച്ച് പ്രശ്നം പറയും. അതേ അല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നതെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമാണ് ഡോക്ടറോട് പ്രശ്നം പറയുന്നത്. ഇതുപോലെ അല്ലാഹുവാണ് പ്രശ്നം പരിഹരിക്കുന്നതെന്ന് 100% ഉറപ്പുള്ള ഞാൻ എൻ്റെ പ്രശ്നം ഒരാത്മീയ ഡോക്ടർ എന്ന നിലക്ക് അതേ മഹാന്മാര് പറയുന്ന പേര് അതേ അതിബ്ബാഉൽ ഖുലൂബ്, അതേ ആത്മാവിൻ്റെ മനസ്സിൻ്റെ ഡോക്ടർമാരെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞപ്പോൾ ഡോക്ടർമാര് ഗുളികയും അതുപോലെ വൈദ്യന്മാര് കഷായവും ഒക്കെ എഴുതി കൊടുക്കുന്നതിന് പകരം ആത്മീയ രംഗത്തുള്ള മഹാന്മാർ ഖുർആനിലെ സൂറത്തുകൾ ഓതാൻ പറയും, ദിക്ർ ചൊല്ലാൻ പറയും, അസ്മാ ചൊല്ലാൻ പറയും, അതുപോലെ പലതും പറയും. ഞാൻ ഇന്ന് നേരം വെളുത്തതിന് ശേഷവും ഇവിടെ വന്നതിന് ശേഷവും നമ്മുടെ അബ്ദുൽ അസീസ് സഖാഫിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഗർഭിണിയായ പെണ്ണിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് ചൊല്ലാൻ ദിക്ർ കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവർക്ക് സുഖപ്രസവം നൽകുമാറാകട്ടെ, ഹൈറായ കുട്ടിയെ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. ആ ദിക്ർ, അതേ ദുആ, അല്ലാഹുവിനോട് നടത്തുന്ന ദുആയും ദിക്റുമൊക്കെ നന്മയുടെ നിമിത്തങ്ങളാണ്, പ്രശ്നപരിഹാരത്തിന്റെ കാരണങ്ങളാണ്. അതറിയുന്നവര് പറഞ്ഞു കൊടുക്കുക എന്നത് അതും പരിഹാരം തന്നെയാണ്. അവര് പരിഹാരത്തിന്റെ നിമിത്തങ്ങളാണ്. അൽഹംദുലില്ലാഹ്. തീരെ മക്കൾ ഉണ്ടാകൂല എന്ന് ഡോക്ടർമാര് ഉറപ്പിച്ച് പറഞ്ഞ വാണിമേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എൻ്റെ ശിഷ്യൻ സലീം സഖാഫിയുടെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തിന്റെ പേരിപ്പോൾ ഞാൻ ഓർക്കുന്നില്ല. ഇരിക്കട്ടെ. അദ്ദേഹം വന്ന് എൻ്റെ മുമ്പ് പൊട്ടിക്കരഞ്ഞു. എന്നോട് പറഞ്ഞു, ഏതേ ഡോക്ടർമാര് അച്ഛനാകാൻ ഭാഗ്യമില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ തീരുമാനിക്കാൻ അവരെ ആരും അധികാരപ്പെടുത്തിയിട്ടില്ല. അവരടുത്ത് മരുന്നുണ്ടേ തന്നാ മതി. അൽഹംദുലില്ലാഹ്. ഞാൻ അവർക്ക് 3 ദിക്ർ എഴുതി കൊടുത്തു. റബ്ബിലാ തദർനി ഫർദൻ വഅൻത ഖൈറുൽ വാരിസീൻ. സക്കരിയ നബി അലൈഹിസ്സലാമിന് മക്കളില്ലായിരുന്നു. 120-ാമത്തെ വയസ്സിൽ കുട്ടിയെ കിട്ടിയത് ഈ ദുആ നടത്തിയിട്ടാണ്. ഖുർആനിലുണ്ട്. അത് നേരത്തെ എനിക്ക് മരണപ്പെട്ടു പോയ
അതേ യൂസുഫ് റിഫായി റഹ്മത്തുള്ളാഹി അലൈഹി എനിക്ക് നേരത്തെ ഒരു 10-30 കൊല്ലം മുമ്പ് ഇജാസത്ത് തന്നതനുസരിച്ച് ഞാൻ ആ ദിക്ർ പറഞ്ഞു കൊടുത്തു. വേറെയും 2 ദിക്ർ കൊടുത്തു. ഇന്ന് അദ്ദേഹത്തിന് അൽഹംദുലില്ലാഹ് 1-ലധികം മക്കളുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, മക്കളെ കൊടുക്കുന്നത് ഡോക്ടറും അല്ല, മൊയ്ലിയാരും അല്ല, തങ്ങളും അല്ല. പിന്നെ ആരാ? മക്കളെ കൊടുക്കുന്നത് അല്ലാഹുവാണ്. അതിന് ചില നിമിത്തങ്ങളുണ്ട്. ദിക്റും ഔറാദും ഖുർആനൊക്കെ നിമിത്തമാണ്. CM വലിയുല്ലാഹി എനിക്ക് ഖുർആനിലുള്ള വളരെ പ്രധാനപ്പെട്ട 3 സൂറത്ത് ഓതാൻ വേണ്ടി പറഞ്ഞു തന്നു. അൽഹംദുലില്ലാഹ്, ആ രോഗം എനിക്ക് മാറിപ്പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം പലർക്കും ലഭിച്ച ഒരു വലിയ മഹാനാണ് CM വലിയുല്ലാഹ് ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ നീട്ടി സംസാരിക്കുന്നില്ല. ഈ മാസം അവസാനത്തെ വെള്ളിയാഴ്ച, അന്നത്ര 27 ആയിരിക്കും. അന്നത്തെ ദിവസം കുറ്റിയാടിയിൽ CM വലിയുള്ളാന്റെ ആണ്ട് നിറച്ചുണ്ട്. അന്ന് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ സാധാരണ ഉണ്ടാകുന്ന ദിക്ർ ഹൽഗയുണ്ടാവും. പക്ഷേ അത് 2ന്റെ പുറമെ 2:30 മണി മുതൽക്ക് ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരു 5:30 വരെ വലിയ എന്ന് പറഞ്ഞാൽ ആരാണ്, കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഖുതുബ് എന്ന് പറയാ ആർക്കാണ്, ഔസ് എന്ന് പറയാ ആർക്കാണ്, നുജബാ എന്ന് പറയാ ആർക്കാണ്, ഔത്താദ് എന്ന് പറയാ ആർക്കാണ്, അബ്ദാൽ എന്ന് പറയാ ആർക്കാണ്. ഔലിയാക്കളിൽ പല മർത്തബക്കാരുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് ഇമാമിങ്ങളെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ അവിടെ ക്ലാസ് എടുക്കും. നിങ്ങളെല്ലാവരും വന്നോളി കേൾക്കാൻ. എന്തെല്ലാം സംശയമുള്ള എല്ലാം തീർക്കാൻ വേണ്ടി ചോദ്യോത്തരത്തിനുള്ള സമയവും തരുന്നുണ്ട്. ഞാനിത് പറഞ്ഞു വന്നത്, നമ്മൾ നന്നായിട്ട് വിഷയങ്ങൾ പഠിക്കണം. പഠിക്കാതെ എന്തെങ്കിലും പറഞ്ഞുവിടാൻ പാടില്ല. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. വൽ ഖാനിതീന, ഖാനിതീനാണ് അനുസരണമുള്ളവർ, അനുസരിക്കേണ്ടവരെ അനുസരിക്കണം. ആലിമീങ്ങളെ സാധാരണക്കാർ അനുസരിക്കണം. ഏതുപോലെ ഡോക്ടറെ അനുസരിക്കണോ? ആര്? രോഗികള്. അവിടെ പിന്നെ ഡോക്ടറോട് പോടാ എൻ്റെ പൈസയും വാങ്ങിയിട്ട് എൻ്റെ ഫീസ് വാങ്ങിയിട്ട് നീ പറയുന്ന അനുസരിച്ച് നടക്കാനാ ഞാനും ചോദിക്കാൻ പാടില്ല. പിന്നല്ലേ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയത്? ആ ഡോക്ടറെ അനുസരിക്കണം, എന്നാലേ രോഗം മാറുള്ളൂ. അതുപോലെ എഞ്ചിനീയർ അനുസരിക്കണോ? അവിടെ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, കമ്പി ഞാൻ പറയുമ്പോഴേക്കോ എന്ന് പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ബിൽഡിംഗ് ഉണ്ടാവില്ല. അപ്പൊ എഞ്ചിനീയർ അനുസരിക്കണം. അങ്ങനെ ഓരോന്നും ഒരു കേസ് നടത്തുമ്പോൾ വക്കീൽ അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, ഞാൻ പറയുമ്പോഴൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ കേസ് ജയിക്കൂല. ഓരോന്നിനും അറിവുള്ള ആളുകൾ അനുസരിക്കണം. അതുപോലെ ഒരു ക്രമീകരണം മദ്രസയിൽ സദർ മുഅല്ലിമിനെ ബാക്കിയുള്ള മുഅല്ലിമുകളെല്ലാം അനുസരിക്കണം. ചിലപ്പോൾ സദർ മുഅല്ലിം പ്രായം കുറവായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. സദർ മുഅല്ലിമാണെങ്കിൽ അയാളെ ബാക്കിയുള്ളവരൊക്കെ അനുസരിക്കണം. അതിന് സദർ മുഅല്ലിം എന്തായിരിക്കണം? സദർ മുഅല്ലിം വളരെ നീതിയുള്ള ആളായിരിക്കണം. നല്ല ബോധം വേണം അയാൾക്ക്. എന്ത് ബോധമോ? ഉത്തരവാദിത്വ ബോധം. ഉത്തരവാദിത്വ ബോധം എന്ന് പറഞ്ഞാൽ എന്താ? ഉത്തരവാദിത്വം പറഞ്ഞാൽ മദ്രസയിലെ മുഅല്ലിമീങ്ങൾ മദ്രസ തുടങ്ങുന്നത് 6:45 ഇവിടെയൊക്കെ എത്ര തുടങ്ങുന്നത് എനിക്ക് അറിഞ്ഞൂടാ. 6:45 തുടങ്ങുന്നതെങ്കിൽ 6:40 മുഅല്ലിമീങ്ങളെല്ലാവരും മദ്രസയിലെത്തണം. സദർ മുഅല്ലിം 6:35 10 മിനിറ്റ് മുമ്പ് എത്തണം. കാരണം കുട്ടികൾ വന്നിട്ട് അമ്മാമൽ തല്ലുണ്ടാക്കും. അപ്പോ ഞാൻ തുടങ്ങുമ്പോൾ എത്തിയാൽ പറയുന്നുണ്ട് അതിന് മുമ്പ് തല്ലം കഴിഞ്ഞു. ആ മുഅല്ലിമീങ്ങൾ നേരത്തെ കുട്ടികൾ എത്തുന്നതിന് മുമ്പ് മുഅല്ലിമീങ്ങൾ എത്തണം. അങ്ങനെയാ വേണ്ടേ. ഇത് ഖതീബ് ഖുതുബക്ക് കയറാന് എല്ലാവരും എത്തിയിട്ട് ഖുതുബ തുടങ്ങാന്നൊക്കെ വന്നു. അതുപോലെയല്ല, മദ്രസയിലെ നിയമം ഒന്ന് വേറെയാണ്, ഖുതുബേന്റെ നിയമം വേറൊന്നും. ഖുതുബേന്റെ നിയമം എല്ലാവരും എത്തിയിട്ട് ഖതീബ് ഖുതുബ നോക്കുമ്പോ വരാവുന്ന. അതിന് മുമ്പ് അയാൾ പുറത്ത് വരരുത് എന്നാ, തഹിയ്യത്ത് കൂടി കരിക്കുന്ന, നേരെ ഡയറക്റ്റ് മിമ്പർമ പോണമെന്നാ. പിന്നെ അതിലെടുക്ക് പ്രസംഗം കാച്ചൊന്നും വേണ്ട, ഒന്നും ഇസ്ലാമിലില്ല. അപ്പോ ഞാൻ പറഞ്ഞത്, അപ്പൊ മദ്രസയിലെ വേണ്ടി നേരത്തെ വരണം. ഈ നേരത്തെ വരുന്നുണ്ടോ നോക്കേണ്ടതാരാ? അയാൾ അതിനേക്കാൾ നേരത്തെ വരണേ. അപ്പൊ സദർ മുഅല്ലിം 10 മിനിറ്റ് മുമ്പെങ്കിലും വരണം. അങ്ങനെ വരുമ്പോ ഏതെങ്കിലും ഒരു മുഅല്ലിം വൈകിട്ട് വന്നാലോ, അയാൾ ഇത്ര സമയം വൈകിട്ടാ വന്നതെന്ന് രേഖപ്പെടുത്തണം. അങ്ങനെ രേഖപ്പെടുത്തിയാൽ ചിലപ്പോ കൂടെയുള്ള മുഅല്ലിമിന് ദേഷ്യം പിടിക്കും. രേഖപ്പെടുത്തിയില്ലേ അള്ളാഹ്ക്കും ദേഷ്യം പിടിക്കും. നമ്മളേതാ ഇപ്പൊ നോക്കണ്ടേ? അള്ളാഹ്ക്ക് ദേഷ്യം പിടിക്കുന്നോ മുഅല്ലിമിന് ദേഷ്യം പിടിക്കുന്നോ നമ്മൾ നോക്കണ്ടേ? കാരണം എന്താണ്? അത് അയാൾ ഉത്തരവാദിത്തമാണ്. സമയം വൈകി വന്നാൽ സമയം വൈകി വന്നുള്ള റിക്കാർഡാക്കണം. കാരണം അദ്ദേഹത്തിന് ആ വൈകി വന്ന ആൾക്ക് ആ സമയത്തുള്ള ശമ്പളത്തിന് അർഹത ഉണ്ടാവില്ല.
അപ്പോ ശരിക്കത് രേഖപ്പെടുത്തണം. അത് ഈ സദർ മുഅല്ലിമിന്റെ ഉത്തരവാദിത്തം. ആ സദർ മുഅല്ലിമിന്റെ ഉത്തരവാദിത്തം അയാൾ നിർവഹിക്കുമ്പോൾ അയാളോട് മുഅല്ലിമിന് ദേഷ്യം പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന മുഅല്ലിമിന്റെ അടുത്താ കുറ്റം, സദർ മുഅല്ലിമിന്റെ കുറ്റമൊന്നുമില്ല. അതുപോലെ ദീനിന്റെ ഇൽമു പറയുന്ന ആലിമീങ്ങള് അവര് പഠിച്ച ഇൽമു ശരിക്കും പറയണോ? അത് പറയുമ്പോ ഇഷ്ടപ്പെടാത്ത ചിലരുണ്ടാവും. അവരിഷ്ടപ്പെടുമെന്ന് നോക്കിയിട്ട് ഇൽമു പറയാനാവോ? ഇൽമു അള്ളാഹ് ഇഷ്ടപ്പെടുമെന്ന് നോക്കിയിട്ട് പറയാന്നല്ലാതെ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം സ്നേഹവും വെറുപ്പൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത്, അപ്പൊ മുഅല്ലിമിനെ, സദർ മുഅല്ലിമിനെ മറ്റുള്ള മുഅല്ലിമുകളെ അനുസരിക്കണം. മുഅല്ലിമീങ്ങളെ കുട്ടികളെ അനുസരിക്കണം. അനുസരണം തന്നെ അങ്ങനെയല്ലേ? അതെ, ബാപ്പാനും ഉമ്മാനെയും അനുസരിക്കണം, കുട്ടികളെ അനുസരിക്കും. കുട്ടികൾ മുഅല്ലിമീങ്ങളെ, അതുപോലെ അധ്യാപകന്മാരെ, മാഷന്മാരെ, ടീച്ചർമാരെ അനുസരിക്കണം. ഒരു കാര്യം ലെവലിൽ പോണെങ്കിൽ അതൊക്കെ വേണം. ഒരു അധ്യക്ഷൻ ഉണ്ടായാൽ അധ്യക്ഷനെ അനുസരിക്കും. അയാൾ അധ്യക്ഷനായി അയാൾ തന്നെ ഞാനൊന്നും പറയാൻ പറ്റൂല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ SI അനുസരിക്കണം. അവിടെ പിന്നെ എന്റെ SI എനിക്കറിഞ്ഞൂടെ? എനിക്ക് ഓർമ്മയില്ല അയാൾ പ്രസവിച്ച എപ്പോഴാണ്, എനിക്ക് വയസ്സെത്രയായി ചോദിച്ചാൽ ശരിയാവും? അത് ശരിയാവില്ല. അവിടെ SI അനുസരിക്കണം. അനുസരണം കണ്ടവരൊക്കെ അനുസരിക്കണം. അപ്പൊ ഒരു കുടുംബത്തിന്റെ നാഥനാണ് ഭർത്താവ്. ആ ഭർത്താവിനെ ഭാര്യ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ എന്തു തോന്നിയ ദിവസവും പറഞ്ഞാൽ കണ്ടുപോയി തുള്ളിക്കോ അവനെ തുള്ളണോന്നല്ല പറഞ്ഞതിനർത്ഥം. അദ്ദേഹം തെറ്റായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല, അനീതി പുലർത്താൻ പാടില്ല, പീഡിപ്പിക്കാൻ പാടില്ല, ആ പെണ്ണിന്റെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന തെറ്റായ കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. മറിച്ച് നേർക്ക് നേരെ ആയിരിക്കണം അദ്ദേഹം ആ കുടുംബം നിയന്ത്രിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഭർത്താവിനെ ഭാര്യ അനുസരിക്കണം, ഉമ്മാനെ മക്കൾ അനുസരിക്കണം, ബാപ്പാനെ മക്കൾ അനുസരിക്കണം, പ്രായമുള്ളവരെ അനുസരിക്കണം, അങ്ങനെ അനുസരിക്കേണ്ടവരൊക്കെ അനുസരിക്കണം. അപ്പൊ അനുസരിക്കുക എന്ന അർത്ഥത്തിൽ ഖുനൂത്ത് എന്ന വാചകം വരും. അതാണ് ഖുർആനിൽ അല്ലാഹു തആല വൽ ഖാനിതീന, അനുസരിക്കേണ്ടവരെ അനുസരിക്കുന്നവർ. മഹാന്മാരെ പറ്റി പറഞ്ഞതാ, അസ്സാബിരീന വസ്സാദിഖീന വൽ ഖാനിതീന വൽ മുൻഫിഖീൻ വൽമുൻഫിഖീൻ, നല്ല കാര്യത്തിന് ചെലവഴിക്കുന്നവർ. അല്ലാഹു സ്വർഗം കൊടുക്കുന്ന മഹാന്മാരെ പറ്റി പറയാണ്. വൽമുൻഫിഖീന വൽമുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, പാതിരക്ക് എല്ലാവരും കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്യാൻ, അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്താൻ, അള്ളാഹുവിനോട് മാപ്പപേക്ഷിക്കാൻ പാതിരക്ക് എഴുന്നേറ്റ് മാപ്പപേക്ഷിക്കുന്നവരാണ് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകൾ. അപ്പൊ ഖുനൂത്തിന് വലിയ അർത്ഥമുണ്ട്. നമ്മുടെ അറബി ഭാഷയിൽ ഒരു വാചകത്തിന് തന്നെ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടാവും. ഈ അർത്ഥങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തീവ്രവാദികളും ഭീകരവാദികളും ഒക്കെ അവർക്ക് കുറച്ച് ആളുകളെ കിട്ടി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യും. അപ്പോ അത് കേട്ടിട്ട് ചില അമുസ്ലിം സഹോദരന്മാർ ഖുർആൻ അങ്ങനെയാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത്. അതുപോലെ മുസ്ലിമീങ്ങളും തെറ്റിദ്ധരിക്കരുത്. പിന്നെ എങ്ങനെ ഖുർആൻ മനസ്സിലാക്കേണ്ടത്? അതാ പറഞ്ഞത്, ഖുർആൻ മനസ്സിലാക്കേണ്ടത് വാചകത്തിന്റെ വാചികമായ അർത്ഥം മാത്രം നോക്കിയിട്ടല്ല, മുൻഗാമികൾ എങ്ങനെ ചെയ്തു വന്നു നോക്കിയിട്ടാണ്. ഇന്ത്യ രാജ്യത്ത് ഇസ്ലാം വന്നിട്ട് കൊല്ലത്രയായി? ഇന്ത്യ രാജ്യത്ത് ആദ്യം നബിയുടെ ഇസ്ലാം ഇന്ത്യയിൽ ഇറങ്ങി. അപ്പൊ ആദ്യത്തെ മനുഷ്യൻ തന്നെ ഇസ്ലാമിന്റെ ഒന്നാമത്തെ മനുഷ്യനാണ്. അത് വേറെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ഇസ്ലാം ഇന്ത്യയിൽ വന്നു. അന്ന് ഇന്ത്യയിൽ ഇസ്ലാം മതം വന്നപ്പോ അന്ന് ഇവിടെയുള്ള എല്ലാ മതക്കാരും ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും ഒക്കെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു, സർവ്വ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അത് ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രമാണ്. അതിന്റെ കാരണം എന്താണ്? ആ വന്ന ആളുകളുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അവരുടെ ആ ജീവിത രീതിയും അവരുടെ അച്ചടക്കവും അവരുടെ സൗഹൃദവും അവരുടെ സഹകരണവും അവരുടെ സൽസ്വഭാവവും അതൊക്കെ കണ്ടപ്പോ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് വലിയ സ്നേഹത്തിന്റെ മതമാണ്. അപ്പോ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യം മജൂസിക്ക് ഭക്ഷണം കൊടുത്തില്ല. അള്ളാഹു തആല ചോദിച്ചു, എന്നെ കൊടുക്കാഞ്ഞ്? എന്നെ ആരാധിക്കാതെ തീനെ ആരാധിച്ചോണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അള്ളാഹു ചോദിച്ചു, ഞാൻ കൊടുക്കുന്നില്ല, നിങ്ങൾ ഇതിനെ കൊടുക്കാതിരിക്കുന്നു. ഇബ്രാഹിം നബി സ്വലാം അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് നിങ്ങൾ തിരുത്താൻ കാരണം?
ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചവൻ എന്നെ വിളിച്ച് ഉപദേശിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഭക്ഷണം തരണം, അങ്ങനെ അവിടെ ഭക്ഷണം തരുന്ന സ്ഥലത്ത് അതൊന്നും നോക്കണ്ട, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതുവരെ ആരാധിച്ചത് തീനെയാണ്. തീന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ്? തീ എന്ന് പറഞ്ഞ സാധനം തീരെ ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഒരാൾ കുറെ ദൂരെ നിന്ന് തീ എടുത്തു കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ തീക്കൊരു നിബന്ധന ഉണ്ട്. ഞാൻ നിൽക്കണമെങ്കിൽ ഓരോ സെക്കൻഡിലും എനിക്ക് ഭക്ഷണം തരണമെന്നാണ്. കാര്യം കിട്ടാണ് ഉപരിക്കൂല. തീന്റെ സ്വഭാവം അങ്ങനെയാണ്. ഓരോ സെക്കൻഡിലും എനിക്ക് ഭക്ഷണം കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഞാൻ പോയ വഴി ഉണ്ടാവില്ല. അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു വിറകിന്റെ മുകളിൽ ഇങ്ങനെ തീ കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് ഇനിയോ പോകാതിരിക്കണമെങ്കിൽ ഇനിയും ഇങ്ങനെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ അദ്ദേഹം വിറക് ഇങ്ങനെ അണിച്ച് ഇങ്ങനെ വരികയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വരുമ്പോ അങ്ങനല്ലേ ഞാൻ ഇന്നലെ ഒരു പുതിയ പുര കൂടാൻ പറ്റും. അപ്പോൾ ചില സ്ഥലത്ത് അടുപ്പ് തീ കത്തിക്കാന്ന്, ചിലത്ത് പാല് കാച്ചുകാന്ന്. അങ്ങനെയൊക്കെ പറയും. എന്ത് പറഞ്ഞാലും സംഗതി എന്ന് വെച്ചാൽ അടുപ്പ് ഉദ്ഘാടനം ചെയ്യാനാണ്. കാരണം അവൾ ഭക്ഷണം ഉണ്ടാക്കേണ്ട സ്ഥലമാണ് ഈ അടുപ്പ്. അത് ഉദ്ഘാടനം ചെയ്ത് അടുപ്പ് ഉദ്ഘാടനം ചെയ്യും. അതിന് ചിലപ്പോൾ ഏതെങ്കിലും ഒരു തങ്ങളെ കൊണ്ട് ഒരു മൊയിലാരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിക്കുന്ന പതിവുണ്ട്. ചിലർ സ്വന്തം ഉമ്മാനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യും. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉമ്മാനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യുമ്പോൾ മൊയിലാരെ വിളിക്കേണ്ടാന്നേ ഉള്ളൂ. മൊയിലാരെ വിളിക്കുമ്പോൾ ഉമ്മാനെ അടുത്ത് നിർത്തണ്ടാന്നേ ഉള്ളൂ. ഓരോന്നിനോട് നിബന്ധന ഉണ്ട്. ആ നിബന്ധന അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. എല്ലാറ്റിനും നിബന്ധന ഉണ്ട്. ഉമ്മാനോട് വലിയ ബഹുമാനം വേണം. ഉമ്മാന്റെ പൊരുത്തം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ തന്നെ നടക്കൂല. അത്ര ബഹുമാനം വേണം ഉമ്മാനോട്, യാതൊരു സംശയമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. നിസ്കരിക്കുമ്പോൾ ഉമ്മാനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. അങ്ങനെയാണ്. ഉമ്മാനാന്നല്ല, ആയിഷ ബീവി തന്നെ വന്നാലും തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഇസ്ലാമിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമമൊക്കെ നിയമത്തിന്റെ റൂട്ടിൽ പോകും. ഏത് ഭക്ഷണവും നമുക്ക് അമുസ്ലിമീങ്ങൾക്ക് അവർ കഴിക്കുന്ന ഭക്ഷണം, നമുക്ക് ഏത് ഭക്ഷണവും നമുക്ക് അവർക്ക് കൊടുക്കാം. പക്ഷെ ഉദ്ഹിയ്യത്തിന്റെ മാംസം അവർക്ക് നമ്മൾ കൊടുക്കാൻ പാടില്ല. അത് അവരെ ചതിക്കലാണ്. കാരണം അത് നമ്മളൊരു മതകർമ്മം, ബലികർമ്മം എന്ന് പറയുന്ന ഒരു ബലി നടത്തിയ മാംസം. ആ ബലി നടത്തിയ മാംസം നമ്മളെ മതക്കാർക്ക് മാത്രം അത് വരും. അല്ലാതെ നമ്മളൊരു കർമ്മം നടത്തിയിട്ട് അവർക്ക് കൊടുക്കൽ ശരിയില്ലല്ലോ. അവരെ അമ്പലത്തിൽ നിന്ന് ഒരു ബലി നടത്തിയിട്ട് നമുക്ക് കൊണ്ടുതന്ന നമുക്ക് ദേഷ്യം പിടിക്കൂലേ? അത് അവരോട് നമുക്ക് വെറുപ്പല്ലേ ഉണ്ടാകുക. അപ്പൊ അതുപോലെ എല്ലാറ്റിനും നിയമമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവർക്കും എല്ലാ സ്ഥലത്തും നിയമം തന്നെ നിയമത്തിന്റെ റൂട്ടിൽ എങ്ങനെ പോകും. അതാരും വർഗീയതയായിട്ടോ മോശമായിട്ടോ തെറ്റിദ്ധരിക്കരുത്. നമ്മളൊരു പ്രഭാകരൻ ഉണ്ടായിരുന്നു. നമ്മുടെ സിറാജുൽ കോളേജൊക്കെ എടുത്ത ഒരു പ്രഭാകരൻ ഉണ്ടായിരുന്നു. നല്ല ഒരു മേസ്തിരിയാണ്, കോൺട്രാക്ടറാണ്. ഒരുപാട് കോടിക്കണക്കിന് റുപ്യന്റെ വർക്ക് നമ്മളെ കീഴിൽ എടുത്തിട്ടുണ്ട്. എന്നാൽ അദ്ദേഹം എവിടെ പോകുന്നറിയോ? ഇവിടെ ശബരിമല എല്ലാ കൊല്ലവും പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് വരും. എന്നിട്ട് സിറാജിലൊക്കെ ഒരു 100 റുപ്യ, എന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പോകും. അങ്ങനെ പ്രഭാകരൻ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. കാലം കുറേയായി ഞാൻ കാണാത്തത്. ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. നല്ല സൗഹാർദ്ദം കാണിച്ച ഒരാളാണ്. പക്ഷെ അദ്ദേഹം ഈ മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സിറാജുൽ ഹുദയിൽ ചായ കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല. പിന്നെ അവര് ഹൈന്ദവരുടെ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അവർക്ക് അങ്ങനെ ഒരു, അത് പ്രഭാകരന്റെ വർഗീയതയാണെന്നാണ് നിർദ്ദേശിക്കുന്നത്. അതവരുടെ മതത്തിന്റെ, അവരുടെ ആചാരത്തിന്റെ ഒരു നിയമമാണ്. ആ നിയമം പാലിക്കൽ അത് വർഗീയതയല്ല. വർഗീയത എന്ന് പറഞ്ഞാൽ ഒരു വർഗത്തെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്ക്, ഒരു വർഗത്തിന് പ്രയാസമുണ്ടാക്കുന്ന നിലക്ക് ഒരാൾ പ്രവർത്തിക്കുമ്പോൾ അതാണ് വർഗീയത. അതായത് മുസ്ലിമീങ്ങൾക്ക് പ്രയാസമൊന്നും ഉണ്ടായിരുന്നു, ഹിന്ദുക്കൾക്ക് എന്ത് പ്രയാസം ഉണ്ടായില്ല, അങ്ങനെ ഒരു ഇസ്ലാമില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അല്ലെ, ക്രിസ്ത്യാനിക്ക് എന്ത് പ്രശ്നമായാലും ഇല്ല, അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ അഹിബ്ബലിന്നാസി നബിതങ്ങൾ അങ്ങനെ പറഞ്ഞു, മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം. മാ തുഹിബ്ബുലി നഫ്സിക, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മനുഷ്യന്മാർക്ക് ഇഷ്ടപ്പെടണമെന്നല്ലേ, മുസ്ലിമിയൊക്കെ ഇഷ്ടപ്പെടണമെന്നല്ല പറഞ്ഞത്. മനുഷ്യരെ മനുഷ്യരായി കാണുക, അതാണ് ഇസ്ലാം. അവിടെ വിവേചനമില്ല, വർഗീയതയില്ല, അതുപോലെ തന്നെ യാതൊരു അക്രമവും ഇല്ല. ഇസ്ലാം വളരെ ഭദ്രമാണ്, വളരെ സുന്ദരമാണ്. ആ ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് പൂർവ്വകാല മുസ്ലിമീങ്ങളെ ജീവിതം നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അക്ഷരം നോക്കിയിട്ടായാൽ അബദ്ധം വരും. അങ്ങനെ അത് ഞാനൊരു നാടൻ ഉദാഹരണം പറഞ്ഞു. ഒരാളൊരു ആസ്പത്രിയിൽ വന്നു. ആസ്പത്രിയിൽ 10-100 കൊല്ലായിട്ട് നടക്കുന്ന ഒരു ആസ്പത്രിയാണ്, മെഡിക്കൽ കോളേജാണ് കുട്ടികള്. അപ്പൊ വന്നപ്പോ ഇയാള് നേരെ കയറി വന്നിട്ട് ചുമരിന്റെ മേല് കാർക്കിച്ചൊന്ന് തുപ്പി. ചുമര, ആസ്പത്രിന്റെ ചുമരുമേൽ കാർക്കിച്ച് തുപ്പി. അപ്പൊ വാച്ച്മാൻ വന്ന്, സെക്യൂരിറ്റി വന്ന്, എന്താ ഇവിടെ തുപ്പുന്നതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യാൻ?
അവിടെ എഴുതി വെച്ചത് കണ്ടില്ലേ, ഇവിടെ തുപ്പുക എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു. അപ്പൊ ഈ സെക്യൂരിറ്റി പറഞ്ഞ്, എവിടെ ചങ്ങാതി, അതിവിടെ എഴുതി വെച്ചിട്ട് 100 കൊല്ലം, ഇന്ന് വരെ ഒരൊറ്റ മനുഷ്യൻ അവിടെ തുപ്പിയിട്ടില്ല. അവരുടെ തുപ്പിയെ അവർ തുപ്പിയതിന്റെ നേരെ ചോണുണ്ട്, ഒരു തൊട്ടി വെച്ചിരിക്കും, ഒരു ബക്കറ്റ്, ഒരു തൊട്ടി, അതിൽ കുറെ പൂയും ഇട്ടിട്ടുണ്ട്. അതിലാണ് ഇന്ന് വരെയുള്ള ആളുകൾ തുപ്പിയത്. പക്ഷെ എഴുതിയത് ചുമരുമ്മലാണ്, തുപ്പിയത് ഇവിടെയാണ്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എവിടെയാ? ചുമരുമ്മലല്ല, ഈ ബക്കറ്റിൽ, ഈ തൊട്ടിയിൽ പൂയിട്ട് വെച്ച അതിൽ തുപ്പുക എന്ന് പറഞ്ഞുകൊണ്ട് തുപ്പിയിട്ടേ പോവാൻ പാടുള്ളൂ എന്നല്ല. അഥവാ തുപ്പേണ്ടി വന്നാൽ ഇവിടെ മാത്രമേ തുപ്പാവൂ എന്നതിനർത്ഥം. അല്ലാതെ തുപ്പണം, തുപ്പിയിട്ടല്ലാണ്ട് പോകാൻ പറ്റൂല അതല്ല. അപ്പൊ ഇവിടെ തുപ്പുക എന്ന് എഴുതിയതിന്റെ അർത്ഥം ഈ ബക്കറ്റിൽ തുപ്പണം എന്നാണ്, അല്ലാതെ അവിടെ അല്ല. അപ്പൊ ഇവൻ പറയാണ്, അതൊന്നും എന്നോട് പറയാ, ഞാൻ ഇവിടെ എഴുതിയാൽ അവിടെ തന്നെ തുപ്പൂന്ന് അറിയേ. ഇതിനാ പുത്തൻ വാദം എന്ന് പറയുന്നത്. അതായത് ഖുർആന് എങ്ങനെയാണ്, ഹദീസ് എന്താണ്, അതൊക്കെ മനസ്സിലാക്കേണ്ടി നമ്മുടെ മുൻഗാമികളായ മഹാന്മാരെങ്ങനെ ജീവിച്ചെന്ന് നോക്കിയിട്ടാ. അതില്ലാതെ വാക്കർത്ഥം പിടിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് തുപ്പി. സുബ്ഹാനല്ലാഹ്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലാണ് അയാൾ വിട്ട്. എല്ലാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. പണ്ട് ഒരു ഇസ്മായിൽ ആജി ഒരാളുടെ കർണാടക, ഇയാൾ എന്നോട്, ഉസ്താദേ ഈ പുത്തൻവാദികളെ കൊണ്ട് വല്ലാത്ത കൊടുക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താണ്? അപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനൊരാളോട് പറഞ്ഞു, ഈ വാഷ്റൂമിൽ കയറുമ്പോ ബാത്റൂമിൽ കയറുമ്പോ തലമറക്കണോ? അപ്പൊ ഇവൻ എന്നോട് ചോദിക്കുക, തലമറിച്ചിട്ട് എന്താ കാര്യോ? ഉള്ളിൽ കയറിയാൽ ഏതെങ്കിലും സ്ഥലം മറക്കാത്ത ഉണ്ടാവോ? പിന്നെ തലമാത്രം മറിച്ചിട്ട് എന്താ ഇവന്റെ ചോദ്യം? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല ചോദ്യകർത്താക്കന്മാരുണ്ട്. അവർക്ക് യഥാർത്ഥത്തിൽ മതം എന്താണ്, മതത്തിന്റെ നിയമം എന്താണ് എന്ന് അവർക്ക് അറിയില്ല. അപ്പൊ അവര് പലതും ഇങ്ങനെ പറയും, അതിലൊന്നും പെട്ടുകൊണ്ട. ഒരാൾ പറഞ്ഞില്ലേ, അർത്ഥത്തിനേക്കാളും നല്ല ചത്തതാണെന്നല്ലേ. അപ്പൊ എന്താന്ന് ചോദിച്ചു, അർത്ഥം നമ്മൾ കൊല്ലുന്നില്ലേ, ചത്തത് അല്ല ഡയറക്റ്റ് കൊന്നതല്ലേ. ഓരോരുത്തരുടെ ന്യായമാണ്. അതുപോലെ ന്യായം പറയുന്ന ആൾക്കാരുണ്ട്. അവരാണ് ഈ ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതും മുർത്തദ്ദാകുന്നതും ഇസ്ലാം എന്ന് പുറത്തു പോകുന്നതൊക്കെ പലതും വാക്കർത്ഥമ പിടിക്കുന്ന കക്ഷികൾ. ഇവൻ എന്ത് ചെയ്തു? ഇവൻ അതും കഴിഞ്ഞിട്ട് ആസ്പത്രിയിൽ കയറി. ആൾക്കാർ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ഡോക്ടർ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടോക്കൺ കൊടുത്ത് ക്യൂ നിൽക്കുകയാണ്. അങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്തു അറിയോ? നേരെ പോയിട്ട് ഡോക്ടറുടെ റൂമിൽ അങ്ങ് കയറി. റൂമിൽ സുബ്ഹാനല്ലാഹ്, റൂമിൽ കയറിയപ്പോൾ ആൾക്കാർ കയറലടാ. കയറിയാലെന്താ? എന്താ നീ കണ്ടില്ല അവിടെ എഴുതി വെച്ച് അന്യർക്ക് പ്രവേശനമില്ല? പിന്നെ നീ എങ്ങനെ കയറി? അവിടെ ഡോക്ടർക്കും സിസ്റ്റർക്കും ഒക്കെ കയറാണല്ലേ. അപ്പൊ ഇവൻ പറയാ, ഓ നിങ്ങൾ അതിന്റെ അങ്ങേപ്പുറം കണ്ടില്ല, ആ ചുമരുമൽ വായിച്ചു നോക്ക്, ആരും അന്യരല്ല. അപ്പൊ അതിന്റെ അപ്പുറത്തും ആരും അന്യരല്ല എന്നുണ്ട്. അതാ മൂപ്പരെ തെളിവ്. കയറാനേ കേറിയ മാത്രല്ല, കേറിയിട്ട് ഇവൻ ഡോക്ടറുടെ ആ പ്രഷർ പരിശോധിക്കുന്ന സാധനവും അതുപോലെ ടെലസ്കോപ്പ് കൊടുത്തിട്ട് അയാൾ മെല്ലെ പുറത്തേക്ക് വരികയാണ്. അപ്പൊ പോലീസുകാരത് പിടിച്ചു. എന്താടാ ഈ സാധനം എടുത്തു കൊണ്ടുപോകുന്നത്, നീ എന്താ ഇതിന്റെ ഉള്ളിൽ കയറിയെന്ന്? അവരെ ഉള്ളിൽ കയറിയതോ? ഉള്ളിൽ കയറിയത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അന്യർക്ക് പ്രവേശനമില്ല. അപ്പുറത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ആരും അന്യരല്ല. അപ്പൊ ഞാൻ കടന്ന് അതായിക്കോട്ടെ, ഇതെന്താ എടുക്കാൻ കാരണം എന്ന് വെച്ചു. ഇതെന്താ എടുക്കാൻ കാരണം? ഇത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് അല്ലേ? നിങ്ങൾ അതിന്റെ അങ്ങനെ ചുമരുമൽ വായിച്ചു നോക്ക്, പൊതുമുതൽ സ്വന്തം എന്ന് കരുതണം. അപ്പൊ പൊതുമുതൽ സ്വന്തം എന്ന് കരുതണമെന്ന് എഴുതി വെച്ചിട്ടില്ലേ? അപ്പൊ ഇത് പൊതുമുതലല്ലേ, സ്വന്തം എന്ന് കരുതിയാ പിന്നെ എടുക്കെടുത്ത് പോകുന്നതിന് എന്താ? ഇപ്പൊ എല്ലാറ്റിനും തെളിവില്ലേ? എല്ലാറ്റിനും തെളിവുണ്ട് അല്ലേ? ഇതുപോലെയാണ് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഹദീസ് ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ. അവിടെ ഒക്കെ നോക്കേണ്ടത് എങ്ങനെ ഇന്നേ വരെയുള്ള ആളുകൾ നടന്നു വന്നത് നോക്കണം. ഇന്നേ വരെയുള്ള ആളുകൾ എങ്ങനെ നടന്നു വന്നു, അതാണ് ഇസ്ലാം. അപ്പൊ എല്ലാ വിഷയത്തിലുള്ളത്, എല്ലാ കാര്യത്തിലുള്ളത് ഇന്ന് വരെയുള്ള ആളുകൾ നടന്നു വന്നത് എങ്ങനെ? അപ്പൊ ഇന്ത്യ രാജ്യത്ത് 1400-ലധികം കൊല്ലമായിട്ട് ഇസ്ലാം മതം വന്നിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങൾ എത്ര സൗഹാർദ്ദത്തിലാണ് ഇവിടെ ജീവിച്ചു വന്നത്. അതേ സൗഹാർദ്ദം പുലർത്തി തന്നെയാണ് എന്നും ജീവിക്കേണ്ടത്. ഒരിക്കലും ഒരു മുസ്ലിം ചെറുപ്പക്കാരനും തീവ്രവാദിയോ ഭീകരവാദിയോ അക്രമകാരിയോ വർഗീയവാദിയോ ഒന്നും ആകാൻ പാടില്ല. അതിനൊന്നും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് മുൻഗാമികളായ മഹാന്മാരാണ് ഇവിടെ പഠിപ്പിച്ചു തന്നത്. അവരെ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം. നമ്മുടെ തടീച്ചക്ക് വഴിപ്പെട്ടൊന്നും ജീവിക്കരുത്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇപ്പോൾ നീട്ടി സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. നമുക്ക് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഇഖ്ലാസ് വേണം.
പടച്ചവന്റെ പൊരുത്തം മാത്രം കരുതി നമ്മൾ പ്രവർത്തിക്കണം. വേറെ ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അൽഹംദുലില്ലാഹ്. ഇവിടെ എന്താണ് ത്വയ്ബ? അതല്ലേ ആ കാണുന്നത് അല്ലേ? ത്വയ്ബ. ത്വയ്ബ എന്ന് പറഞ്ഞാൽ അത് മദീനയുടെ ഒരു പേരാ. ത്വയ്ബ, മദീന, യസ്രിബ്, ഇങ്ങനെ തുടങ്ങിയിട്ട് മദീനക്ക് കുറേ പേരുകൾ. അതിൽപ്പെട്ട ഒരു പേരാണ് ത്വയ്ബ. അപ്പൊ മദീനയുടെ പേരിൽ വെച്ചുകൊണ്ട് ഇവിടെ ഒരു ചെറിയ സ്ഥാപനം അൽഹംദുലില്ലാഹ് അല്ലാഹു തആല ദീനിന്റെ ഇൽമ് പറയാന്, കേൾക്കാന്, പഠിക്കാന്, ക്ലാസ് എടുക്കാന്, അതുപോലെ ദിക്ർ ചൊല്ലാന്, ദുആ നടത്താന്, അതിനൊക്കെ വേണ്ടിയാണ് അത് നിർമ്മിക്കുന്നത്. അല്ലാഹു തആല അത് ഖബൂൽ ചെയ്യട്ടെ. അത് നമുക്ക് അല്ലാഹു തആല പൂർത്തീകരിച്ചു തരട്ടെ. സുഹൃത്തുക്കളെ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവും. യാതൊരു സംശയവുമില്ല. സിറാജുൽ ഹുദക്ക് ആദ്യമായിട്ട് തറക്കല്ലിടുന്ന ദിവസം ഒന്നുമില്ല, ആകെ 19 സെന്റ് സ്ഥലം. അവിടെ പോകാൻ വഴിയില്ല. പിന്നെ സ്ഥലത്തിന് പൈസയും കൊടുത്തിട്ടില്ല. ചെറിയൊരു പൈസ ആരോടോ കടം വാങ്ങിയിട്ട് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉടമസ്ഥനോട് തൽക്കാലം തറക്കല്ലിടാൻ വേണ്ടി സമ്മതം ചോദിച്ചിട്ട് അവിടെ തറക്കല്ലിടൽ വെച്ചു. 2 വലിയ ആലിമീങ്ങളെ ക്ഷണിച്ചു. 2 വഫാത്തായി പോയി. അല്ലാഹു അവരെ ഖബറിൽ ദർജ കൊടുക്കട്ടെ. 2 ഒരാൾ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ ഒരു വരുമെന്ന് പറഞ്ഞ് നോട്ടീസെല്ലാം ഇറക്കി, പിന്നെ വരുന്നില്ല. അപ്പോൾ അവിടെയുള്ള വയസ്സായ തങ്ങളുണ്ട്, അതുപോലെ കുഞ്ഞബ്ദുല്ലാജി ഉണ്ട്. വളരെ പ്രായമുള്ളവരാ. അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി. ഞാൻ നന്ന് ചെറുപ്പക്കാരനെ, എനിക്ക് അന്ന് 30 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഞാൻ നല്ല ചെറുപ്പക്കാരനാണ്. ഞാൻ വരാന്ന് പേടിക്കണ്ട, നമുക്ക് അലിബാബയ്ക്ക് തങ്ങളെ ക്ഷണിക്കാറുണ്ട്. അലിബാബയ്ക്ക് തങ്ങളാണ് സിറാജുൽ ഹുദക്ക് ആദ്യമായിട്ട് തറക്കല്ലിട്ട്. അന്നത്തെ ദിവസം ഏതാ മഴ എന്നറിയുന്നത്. സുബ്ഹാനല്ലാഹ്. വഴുതിയിട്ട് നടന്നു പോകാനൊന്നും കഴിയുന്നില്ല. അപ്പൊ എന്തായിരിക്കും അന്നേരം അതൊരു വിഷമോ? പക്ഷെ ഇഖ്ലാസ് ഉണ്ടായിരുന്നു. പടച്ചോന്റെ പൊരുത്തം മാത്രം കരുതി ചെയ്താ. അതുകൊണ്ട് മഴ ഉണ്ടായത് കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാണ്ട് വേര് പിടിച്ചു എന്നല്ലാണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. നല്ല മഴയായിരുന്നു. അപ്പൊ ഇന്നിപ്പോ മഴ പെയ്തുകൊണ്ടൊന്നും നമ്മളൊന്നും ബേജാറാണ്ടി ഒന്നുമില്ല. കൊടുക്കുന്നവനും തടയുന്നവനും അറിയുകയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ പ്രവർത്തിക്കണം. പക്ഷേ റൂട്ട് റെഡി ആയിരിക്കും. റൂട്ട് തെറ്റിപ്പോകാൻ പാടില്ല. വസ്തഖിം കമാ ഉമിർത, കൽപ്പിക്കപ്പെട്ടതുപോലെ നേർക്കുനേരെയായിരിക്കും. അപ്പൊ ഞാനൊരു ചെറിയ സംഭവം പറയാൻ തന്നെ ഇഖ്ലാസിനെ പറ്റിയാണ്. ലോകത്തുള്ള മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു പോലത്തെ എല്ലാ ഔലിയാക്കളും അവരുടെ കിതാബുകളിൽ ഏറ്റവും ബഹുമാനിച്ച് പറയുന്ന ഒരു മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഈ ഇഖ്ലാസ് പഠിച്ചത് ഒരു ബാർബറിൽ നിന്നാണ്. ഒരു ബാർബർ അല്ലെങ്കിൽ കൊമ്പ് വെക്കുന്ന ആള്, അങ്ങനെയുള്ള ഒരാളെടുത്തുനിന്നാണ് ഞാൻ ഹിജാമ വെക്കുന്ന ഒരു ബാർബർ എടുത്തുനിന്നാണ് ഞാൻ ഇഖ്ലാസ് പഠിച്ചത്. അങ്ങനെ ഇത് കുന്തുബി മക്ക, ഞാൻ മക്കയിലായി. അപ്പൊ ഞാനൊരു ബാർബർ കണ്ടു. അദ്ദേഹം എന്താ ചെയ്യുന്നത്, നല്ലൊരു പൈസക്കാരന്റെ താടിയും മുടിയെല്ലാം ഒപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. ഞാൻ പറഞ്ഞു, ലില്ലാഹി തആല ഇഹ്നിക റഅസി, പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി എന്റെ തലൊന്ന് കളഞ്ഞാളാ, എന്റെ മുടിയൊന്ന് കളഞ്ഞാളാ. പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടി തന്നെ, വേറെ ഒന്നും പൈസ കൊടുക്കുന്നു പറഞ്ഞില്ല. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു. ഓക്കേ എന്ന് പറയുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ കണ്ണിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കുന്നുണ്ട്. അയാൾ എന്ത് പറഞ്ഞു, ഈ മുതലാളി അപ്പുറത്ത് താടി ഒപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടല്ലോ. മുതലാളി കുറച്ചു നേരം ഇവിടെ ഇരിക്കി, ഞാൻ മൂപ്പര താടി ഒപ്പിച്ചു കൊടുക്കട്ടെ, മൂപ്പര മുടികൾ കൊടുക്കട്ടെ. മുതലാളിനെ ഇരുത്തിയിട്ട് എന്റെ മുടികൾ നേരാൻ. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിന് എന്താന്ന് ചോദിച്ചാല്, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നാ മൂപ്പര് പറഞ്ഞു. എടാ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പൊ ഞാൻ നിങ്ങൾ ഇന്ന് പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് പണിയെടുക്കുക, അതാണ് നിർത്തിവെച്ചിട്ട് വരില്ല. അതുകൊണ്ട് മൂപ്പര് ആദ്യം കഴിഞ്ഞിട്ട് നിങ്ങളെ പണിയെടുത്ത് തരാം. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ മൂപ്പരെ മുന്നിലിരുന്ന് അദ്ദേഹം തുടങ്ങുന്നതിന് മുമ്പ് എന്റെ തല പിടിച്ചൊന്ന് ചുംബിച്ച്. അങ്ങനെ പിന്നെ മുടി കളയാൻ തുടങ്ങി. മുടിയെല്ലാം കളഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് അദ്ദേഹം ഒരു ചെറിയ കവറ് തന്നു. അതില് ചെറിയ സംഖ്യ ഉണ്ട്. എന്നോട് നിങ്ങൾ ആവശ്യത്തിന് ചെലവായിക്കോളിയത്. പൈസ അങ്ങോട്ട് കൊടുത്തിട്ടില്ല മാത്രല്ല,
ഇങ്ങോട്ട് തന്ന്. ഞാൻ പണ്ട് ഷാർജയിൽ സെയ്ത്തിൽ ഒരു അബ്ദുണ്ടായിരുന്നു ബാർബർ. അപ്പോ എല്ലാ ബാർബർ ഷാപ്പും അടച്ച സമയത്ത് ബാർബറോട് ഞാൻ ചോദിച്ചു, ഞമ്മക്കൊന്ന് താടി ഒപ്പിക്കാൻ പറ്റുമോ? ഓ എന്ന് പറയാൾ തുറന്ന് താടിയിൽ ഒപ്പിച്ച് തന്ന്. അപ്പൻ 100 റുപ്യ സിറാജുല്ലേക്കും തന്ന്. അപ്പൊ താടി ഒപ്പിച്ച് തന്നു. ഞാൻ ചോദിച്ചു എന്താണ്? അതൊന്നുമില്ല, നിങ്ങള് മുമ്പൊരിക്കൽ ഇവിടുന്ന് ബാഗ് പറഞ്ഞിരുന്നു, അന്ന് നിങ്ങൾ ഒരു കള്ളുടിക്കൽ, കള്ള് നജസാണ്, അടുത്ത നജസാണ്, അത് കുടിക്കാൻ പാടില്ല. അൽഹംദുലില്ലാ ഒരാൾ എന്നോട് പറഞ്ഞു ഞാൻ കള്ളുടിക്കലുണ്ടായിരുന്നു, ആ ബാഗ് ദിവസം കുടിക്കില്ല. അപ്പോ നിങ്ങളോട് അതുകൊണ്ട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു അബ്ദു. അങ്ങനെ സിറാജുല്ലേക്ക് പൈസയും തന്നു. അതുപോലെ ബാർബറായതുകൊണ്ട് ഇഖ്ലാസ് ഉണ്ടാവില്ല എന്ന് വിചാരിക്കേണ്ടതാണ്, നമ്മളെന്നെ അനുഭവമാണ്. ഞാൻ പറഞ്ഞു വലിയ ഇഖ്ലാസുള്ള ബാർബർ മൂപ്പര് ചെറിയ സംഖ്യയും കൊടുത്തു. അങ്ങനെ ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനത് തന്നപ്പോ വാങ്ങാതിരിക്കാൻ പറ്റൂലല്ലോ, വാങ്ങി. ഒരാളൊരു ബഹുമാനിച്ച് തന്നാ വാങ്ങണ്ടേ. മനസ്സിൽ ഞാൻ വിചാരിച്ച് എനിക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാൽ അദ്ദേഹത്തിന് ഈ ചെയ്ത ഉപകാരത്തിന് പകരം അത് അയാൾക്ക് കൊടുത്തേക്കണോന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ഉറപ്പിച്ച് തീരുമാനിച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ഉഹുദിയത്ത് മിനൽ ബസറത്തി സുറത്തുൻ, എനിക്കൊരു ബാല്യ പാക്കറ്റ് നല്ല സംഖ്യ ബസറന്ന് ഹദിയായിട്ട് ഇങ്ങോട്ട് വന്നു. ഞാൻ ബഗ്ദാദിൽ ഞാൻ അതും എടുത്തിട്ട് അയാളുടെ അടുത്തേക്ക് പോയി, ബാർബർ. ഇതെന്താന്ന് ഞാൻ പറഞ്ഞു, പഠിച്ചോൻ എനിക്ക് തന്നാല് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങോട്ട് തരണമെന്ന് എന്റെ മനസ്സുകൊണ്ട് നേരത്തെ വിചാരിച്ച ഇപ്പൊ ഇത് കിട്ടിയത് അതുകൊണ്ട് നിങ്ങളൊന്ന് കബൂലാക്കണം, സ്വീകരിക്കണം. അപ്പൊ ഇയാൾ എന്നോട് ചോദിച്ചു, യാ റജുലു, ഓ മനുഷ്യ, ബാർബർ എന്നോട് ചോദിക്കാം, അള്ളാന്റെ മുമ്പിൽ നാണയില്ലേ നിങ്ങൾക്ക്? അള്ളാന്റെ മുന്നിൽ നാണയില്ലേ നിങ്ങൾക്ക്? ഇല്ല, നിങ്ങളല്ലേ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങളെ മുടി കളഞ്ഞിരണമെന്ന് എന്നോട് പറഞ്ഞ് ഇപ്പോ അതിന് പകരം സാധനം കൊണ്ട് വന്നിരിക്കുക. നിങ്ങൾ അള്ളാന്റെ പൊരുത്തത്തിനോട് ഇതല്ലേ എന്നോട് പറഞ്ഞ്? അള്ളാഹുവിന് വേണ്ടി ഒരു പ്രവൃത്തി ചെയ്തിട്ട് പിന്നെ വേറൊരാളോട് കൂലി വാങ്ങി, അങ്ങനെ ആരെങ്കിലും നിങ്ങൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു എന്നോട്. ഞാൻ മൂപ്പരെന്ന ഇഖ്ലാസ് പഠിച്ചത് എന്ന് പറഞ്ഞു. ആര്? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദിനെ ചില്ലറക്കാരനാന്ന് വിചാരിക്കണ്ടോ? ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരനല്ല, വലിയ കറാമത്തുകളുള്ള വലിയ മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു തആല അൻഹു. സുബ്ഹാനല്ലാഹ്, മൂപ്പരെ കണ്ണിന് ചെങ്കണ്ണ് രോഗമായി. അപ്പൊ ഡോക്ടർ പറഞ്ഞു, വെള്ളം നനക്കരുതെന്ന് പറയും. വെള്ളം നനഞ്ഞാൽ കണ്ണ് പോയാൽ ഞാൻ ഉത്തരവാദിയാവൂല. അപ്പോ ഈ ഡോക്ടർ അങ്ങ് പോയി നിക്കാരത്തിന്റെ സമയമായി. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വെള്ളം കൊണ്ടുവന്ന് ഉദുവെടുത്ത് അങ്ങ് നിസ്കരിച്ചു. മൂപ്പര് പറയാ, പിന്നെ ഞാനൊന്ന് ഉറങ്ങിപ്പോയി. ഉറക്കുന്ന് കളിഞ്ഞു നോക്കുമ്പോ എന്റെ രോഗമെല്ലാം മാറിയിട്ടുണ്ട്, ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഞാൻ കേട്ടു ഒരു വാചകം ഇങ്ങനെ, എന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾ കണ്ണോ ഒഴിവാക്കിയില്ലേ? ഫലവു എന്നൊക്കെ നിങ്ങൾ എന്റെ പൊരുത്തം മാത്രം കരുതിയിട്ട് ഒതുവെടുത്ത ആളാണല്ലേ. നിങ്ങളെങ്ങാനും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നരകത്തുനിന്ന് തന്നെ നിങ്ങൾ ആരെ ചോദിച്ചാലും ഞാൻ ഒഴിവാക്കി തരും. പിന്നല്ലേ കണ്ണിന്റെ രോഗം ഒഴിവാക്കി തരും. ഇപ്പൊ കൈബില്ല ഇനി പിന്നല്ലേ കണ്ണിന്റെ പ്രശ്നം. സുബ്ഹാനല്ലാഹ്, കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് ചികിത്സക്ക് വേണ്ടി കണ്ണിനൊരു രോഗം ഇല്ലാതെ കാണുകയാണ്. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ നിങ്ങളെ കണ്ണിങ്ങനെ സുഖമായത്? സംഭവം എല്ലാം പറഞ്ഞു. ആ സമയത്ത് ആ ഡോക്ടർ പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ, മരുന്നല്ല, ഡോക്ടറല്ല. അല്ലാഹുവാണ് സുഖപ്പെടുത്തുന്നവൻ. സുഹൃത്തുക്കളെ, അത്തരത്തിലുള്ള വലിയ മനക്കരുത്തുള്ള മഹാനാണ് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്തുകൊണ്ടാണ് ഭക്ഷണം കൊടുത്തത് എന്ന വിവരണം നൽകിയപ്പോ ആ മജൂസി ചിന്തിക്കുന്നു,
ഞാൻ തീയിനെയല്ലേ ആരാധിക്കാറുള്ളത്. അതേ സമയത്ത് ഇബ്രാഹിം എനിക്കൊരു നേരത്തെ ഭക്ഷണം തരാതിരുന്നപ്പോൾ ഇബ്രാഹിമിനെ വിളിച്ച് പടച്ചവൻ ചോദ്യം ചെയ്തുവല്ലോ. ആ പടച്ചവനെയല്ലേ ആരാധിക്കാൻ കൂടുതൽ അർഹതയുള്ളവനായി എനിക്ക് ബോധ്യപ്പെടുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ മജൂസി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വെച്ച് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ സൗഹാർദ്ദത്തിലും സഹകരണത്തിലും പടച്ചവന്റെ വിശാലമായ കാരുണ്യം, ആ കാരുണ്യം അനുസരിച്ച് മറ്റുള്ളവർക്ക് കാരുണ്യം ചെയ്യുന്നവരായി നമ്മുടെ ജീവിതം നയിക്കണമെന്ന് എല്ലാവരോടും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വലിയ വഅദ് പറയുന്ന മഹാനായിരുന്നു മൻസൂർ ഇബ്നു അമ്മാർ റളിയല്ലാഹു അൻഹു. അതിങ്ങനെ പറയുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് ഒരു 4 ദിർഹമിന്റെ ആവശ്യമുണ്ട് ഉസ്താദേ എന്നാവശ്യപ്പെട്ടപ്പോ മൻസൂർ ഇബ്നു അമ്മാർ തങ്ങൾ വഅദിൽ പറഞ്ഞു, 4 ദിർഹം തന്നാൽ ഞാൻ 4 ദുആ നടത്തി തരും. 6 തരും. ഈ പാവപ്പെട്ടവനൊരു 4 ദിർഹം. സുബ്ഹാനല്ലാഹ്. ഒരു കടുത്ത തോന്നിയാസം ചെയ്യുന്ന ഒരു മുതലാളി അയാളുടെ ഒരു അടിമയെ 4 ദിർഹമും കൊടുത്തിട്ട് അങ്ങാടിയിൽ നിന്ന് ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി പറഞ്ഞേച്ചിരുന്നു. അയാൾ ഈ പോന്ന പോക്കിൽ വയലിട്ട് അപ്പൊ 4 ദുആ തരൂന്നല്ലേ വയലിൽ ഉസ്താദ് പറഞ്ഞു. എന്നാ പിന്നെ ഫ്രൂട്ട് വാങ്ങൽ അവിടെ കേട്ടെ, ഞാന് ദുആ വാങ്ങട്ടെ വിചാരിച്ചു. അദ്ദേഹം 4 ദിർഹം കൊണ്ട് കൊടുത്തു. 4 ദുആ വേണം ഉസ്താദേ. എന്തിനാ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇയാള് പറഞ്ഞു, ദ്വാരക്കേണ്ടത് ഞാനൊരു അടിമയാണ്, എനിക്ക് മോചനം കിട്ടാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുവേ, അദ്ദേഹത്തിന് നീ അടിമത്വത്തിൽ മോചനം കൊടുക്കണേ. ഇനി എന്താ വേണ്ടത്? ഇനി എന്റെ മുതലാളി തീരെ ശരിയില്ല, ആ മുതലാളി ഒന്ന് നല്ല ആളായിട്ട് നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അല്ലാഹുമ്മ ഹ്ദി സയ്യിദഹു, അദ്ദേഹത്തിന്റെ മുതലാളിയെ സന്മാർഗത്തിലാക്കണേ. ഇനി എന്താ വേണ്ടത്? ഇനി ഉസ്താദെ, ഞാൻ വരുമ്പോ 4 ദിർഹം ഉണ്ടായിരുന്നു, 4 ഇപ്പോൾ തന്ന്, അതുകൊണ്ട് എനിക്ക് പകരം ദിർഹം കിട്ടണോന്ന്. അപ്പൊ മഹാനവറുകൾ അല്ലാഹുവേ ബദ്ദിൽഹു മക്കാന ദറാഹിമിഹി, അദ്ദേഹത്തിന്റെ ദിർഹമിന് പകരം നീ പകരം കൊടുക്കണേ. ഇനി എന്താ വേണ്ടത്? നാലാമത്തത് എനിക്ക് അല്ലാഹു പുറത്തു തരണം. അയാൾ പറയുന്ന ഉസ്താദിനും അല്ലാഹു പുറത്തു തരണം. പിന്നെയോ എൻ്റെ മുതലാളിക്കും അല്ലാഹു പുറത്തു തരണം. അതിൻ്റെ കൂടെ ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു തരണം. അതിനു വേണ്ടി ദുആ ചെയ്യണം. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളുടെ തന്നെ ദുആ ചെയ്തു, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ. വലിഹാദൽ ഉലബി, ഈ ചെറുപ്പക്കാരനും പൊറുക്കണേ. വലി സയ്യിദി, അദ്ദേഹത്തിന്റെ മുതലാളിക്കും പൊറുക്കണേ. വലിഹാദൽ അഹ്ലിഹാദൽ മജ്ലിസി, മജ്ലിസിലുള്ള എല്ലാവർക്കും പൊറുത്തു തരണേ. 4 ദുആയും വാങ്ങിയിട്ട ചെറുപ്പക്കാരൻ മുതലാളിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മുതലാളി ഫ്രൂട്ട് വാങ്ങിയിട്ടില്ല, 4 ദുആയാ വാങ്ങിയത്. ഇയാളി എന്താ വാങ്ങിയ ദുആ? വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഒന്നാമതായി ദുആ വാങ്ങിയത് എനിക്ക് മോചനം കിട്ടണമെന്നാണ്. ഉടനെ അദ്ദേഹത്തിന്റെ മനസ്സിന് മാറ്റം വന്നു. മഹാന്മാരുമായുള്ള ബന്ധം ഏത് ഇരുമ്പിനെയും ഉരുക്കിക്കളഞ്ഞേക്കും. സുബ്ഹാനല്ലാഹ്. ഇത് തൊട്ടതിനെ തൊട്ടതാണ്. അല്ലേ, അടുപ്പിൽ വെച്ച് തീ, ആ തീ കൊണ്ട് ചൂടായ ചെമ്പ്, ആ ചെമ്പ് കൊണ്ട് ചൂടായ വെള്ളം, അതല്ലേ നമ്മുടെ തിളക്കുന്ന വെള്ളം. ഇനി ആ തിളക്കുന്ന വെള്ളത്തിൽ നിങ്ങൾ ഒരു സൂചി കുത്തിയിട്ടെടുത്താലോ അതിനും ചൂടുണ്ടല്ലോ. തീയുമായി എത്ര അകലം വന്നു, പക്ഷേ ചൂട് ആ സൂചിക്കും കിട്ടുന്നുണ്ടല്ലോ. അതേ, ഈ മുതലാളി അവിടെ പോയിട്ടില്ല, പക്ഷേ കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ആ കണക്ഷൻ വകയിൽ അല്ലാഹു കൊടുക്കുന്ന ബർക്കത്ത് മുതലാളിയുടെ മനസ്സങ്ങ് മാറി
ഞാൻ നിന്നെ അടിമത്തത്തിൽ മോചിപ്പിച്ചു. രണ്ടാമത് നീ ചോദിച്ചു വാങ്ങിയ ദുആ എന്താണ്? അതെന്റെ മുതലാളി ഒന്ന് നന്നാകണമെന്നാണ്. അപ്പൊ തന്നെ തീരുമാനിച്ചു, ഇനി ഞാൻ തോന്നിവാസത്തിനില്ല, ഹറാമിനില്ല, ഞാനൊരു മുത്തഖിയായി ജീവിക്കും, തൗബ ചെയ്ത്. അപ്പോൾ തന്നെ നന്നായി. മൂന്നാമത്തെ ദുആ എന്താണ്? അത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള 4 ദിർഹമും കൊടുത്തല്ലോ, പകരം കിട്ടണോന്ന് ഞാൻ ഉസ്താദിനോട് ദുആർക്കാൻ പറഞ്ഞു. ഉസ്താദ് ദുആ ചെയ്തു. അപ്പൊ മുതലാളി പറഞ്ഞു, 4000 പകരം നിനക്ക് ഞാൻ തരും. 4000 പാസ്സായി. പിന്നെന്താണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എനിക്കും അല്ലാ മാപ്പ് തരണം, നിങ്ങൾക്കും അല്ലാ മാപ്പ് തരണം, വഅദ് പറഞ്ഞ ഉസ്താദിനും അല്ലാ മാപ്പ് കൊടുക്കണം, സദസ്സിലുള്ളവർക്കും മാപ്പ് കൊടുക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. അപ്പ ഈ മുതലാളി പറഞ്ഞു, 3 കാര്യവും ഞാൻ ഇടപെട്ട് ചെയ്യാൻ അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് കഴിയുന്ന കാര്യങ്ങളാണ്. അതേ സമയത്ത് ഇതിലെനിക്ക് പ്രവേശനമില്ല. നിനക്ക് മാപ്പ് തരാനോ, എനിക്ക് മാപ്പ് തരാനോ, ആ ഉസ്താദിന് മാപ്പ് കൊടുക്കാനോ, സദസ്സിലുള്ളവർക്ക് മാപ്പ് കൊടുക്കാനോ എന്നെ കൊണ്ട് കഴിയൂലല്ലോ. അത് അള്ളാഹുവിൻ്റെ അടുക്കലല്ലേ. അന്നത്തെ ദിവസം അദ്ദേഹം പോയി കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ കേൾക്കുകയാണ്, നിങ്ങൾക്ക് കഴിയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുവല്ലേ, 4മത്തെ കാര്യം നിങ്ങളെ കൊണ്ട് പറ്റാത്തത് നിങ്ങൾ അതാ എന്നെ ഏൽപ്പിച്ചുവല്ലേ, നിങ്ങൾ വളരെ മോശക്കാരനായിട്ടോ 3 കാര്യം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്നാൽ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന രാജാവായ പടച്ചവനായ ഞാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുമോ? ഗഫർതുലക വലി ഗുലാമിക വലി മൻസൂർ ഇബ്നു അമ്മാർ വലി അഹ്ലി മജ്ലിസിഹി, നിനക്കും ഞാൻ പൊറുത്തു, വഅദ് പറഞ്ഞ ഉസ്താദിനും പൊറുത്തു, ആ അടിമക്കും പൊറുത്തു, സദസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും പടച്ച റബ്ബാകുന്ന ഞാൻ മാപ്പ് കൊടുത്തു. സുഹൃത്തുക്കളെ, ഇഖ്ലാസോടെയുള്ള പ്രവർത്തനങ്ങൾ, ഇഖ്ലാസോടെയുള്ള ദുആ, ആ ദുആക്ക് വലിയ ഇജാബത്താണ്, സ്വീകാര്യതയാണ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. ഈ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇൽമിന്റെ മജ്ലിസ് എന്ന നിലക്ക് ഇൽമിനെ സ്നേഹിച്ചും ബഹുമാനിച്ചും ഈ മഴയത്ത് ഇവിടെ വന്ന സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമുള്ളവരും ഈ നാട്ടിലുള്ളവരും മറ്റു നാടുകളിൽ വന്നവരും, റബ്ബേ ഞങ്ങളുടെ അമൽ നീ സ്വീകരിക്കണേ അല്ലാഹ്.